ഹലോ, ഞാൻ രേഷ്മയാ. ഞാനിന്ന് ശാരദമ്മയുടെ വീട്ടിൽ പോയിരുന്നു. ശാരദമ്മയിലുണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങൾ കണ്ടപ്പോ അതൊന്ന് ശാലിനിയെ അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ വിളിച്ചത്. അതിനെന്ത്? രേഷ്മയ്ക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ. ശാരദാമ്മയോടൊപ്പം നിൽക്കുന്ന മറ്റ് 2 മക്കൾക്കും ഞാനീ പറയുന്നത് മനസ്സിലാവണമെന്നില്ല. അതാ അവിടെ വെച്ച് ഞാനൊന്നും സംസാരിക്കാതിരുന്നത്. രേഷ്മ ഇതുവരെ കാര്യം പറഞ്ഞില്ല. ശാരദാമ്മ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൽ പെട്ടിരിക്കുക. എന്തൊക്കെയോ പാപം താൻ ചെയ്തു എന്ന് അവര് തന്റെ മനസ്സിനെ പഠിപ്പിച്ചു വച്ചിരിക്കുക. വിഷ്ണു മരിച്ചതല്ല, വിഷ്ണുവിനെ താനാ കൊന്നതെന്ന് വരെ ശാരദാമ്മ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിനർത്ഥം ശാരദാമ്മയുടെ മനസ്സ് ശാരദാമ്മയിൽ നിന്നും ഒരുപാട് അകന്നു പോയിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? രേഷ്മ, ഇതിപ്പോ എന്താ പറഞ്ഞു വരുന്നേ? ഇതിപ്പം അമ്മയ്ക്ക് മാനസികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണോ, അതോ ഇതെല്ലാം രേഷ്മയുടെ തോന്നലാണോ? ഒരു തോന്നലുമല്ല, ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളായി പറയുന്നത്. പിന്നെ വിഷ്ണുവിന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണവും ശാരദാമ്മ കാരണമാണെന്ന് സ്വയം ഏറ്റെടുത്തിരിക്കുക മാത്രമല്ല, അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്യുകയാ. ഇതൊരിക്കലും ഒരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, കുട്ടികളെ കൊണ്ട് ബലിയിടിച്ചത് വലിയൊരു പാപമായി ശാരദാമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വിഷ്ണുവിന്റെ ഹാർട്ട് ജീവിച്ചിരിക്കെ വിഷ്ണുവിനു വേണ്ടി കുട്ടികളെ കൊണ്ട് ബലിയിടിപ്പിച്ചത് ശാരദാമ്മയാണെന്നും അതിന്റെ പാപഭാരവും കുറ്റബോധവും ശാരദാമ്മയിലുണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നുവാ ശാരദാമ്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വിഷ്ണുവേട്ടന്റെ ഹാർട്ട് നൽകിയത് ആർക്കാണെന്നുള്ള വിവരവും മറ്റോ? രേഷ്മ, വിഷ്ണുവേട്ടന്റെ ഹാർട്ട് ആർക്കാ കൊടുത്തെന്ന് അറിഞ്ഞോന്ന്? ഇല്ല, പക്ഷേ ശാരദാമ്മ ഇതൊക്കെ ഓർത്ത് വലിയ ആദിയില്ല. ശാരദാമ്മയെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ഞാൻ ശാരദാമ്മയെ കരുതുന്നത് എന്റെ അമ്മയെ പോലെ തന്നെയാ. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോ എന്നെ പോലെ ഒരാൾക്ക് പറയാതിരിക്കാനാവില്ല. അതാ ഞാൻ പറഞ്ഞത്. ശരി, കാര്യങ്ങൾ വിളിച്ചറിയിച്ചതിന് ഒരുപാട് നന്ദി. ഞാനിത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്തോളാം. എത്രയും പെട്ടെന്ന് അമ്മയെ ഡോക്ടറെ കാണിക്കുകയും ചെയ്യാം. ശരി ശാലിനി. അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ.